വിദേശ രാജ്യത്തെ സ്വർണ്ണക്കനിയിൽ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യ തീരുമാനിച്ചു. സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇതിനാൽ ഉണ്ടാകും എന്ന സൗദി എക്കണോമിക് ഫോറത്തിന്റെ നിർദ്ദേശത്തോടനുബന്ധിച്ചാണ് ഈ ഒരു നിലപാടിന് സൗദി ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കനികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ബലൂചിസ്ഥാനിലെ റേക്കോഡി ഖനി ഇതിലാണ് നിക്ഷേപം നടത്താൻ 15% നിക്ഷേപം നടത്താനുള്ള സൗദിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. $1,00,000 കോടി സ്വർണ്ണക്കനിയെങ്കിലും ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 15% മുടക്ക് മുതൽ നൽകുന്നതോടുകൂടി സൗദി അറേബ്യക്ക് സാമ്പത്തിക രംഗത്ത് വലിയ വിപ്ലവവും കുതിച്ചുചാട്ടവും ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ് സൗദി അറേബ്യ ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ളതും സ്വർണ്ണക്കനി വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കനിയിൽ സൗദി അറേബ്യ നിക്ഷേപം നടത്തുക എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ സാമ്പത്തിക മുന്നേറ്റമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശ കാര്യങ്ങൾ ഉണ്ടോ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 2003 മാർച്ച് 20-നാണ് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത്. അത് മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിച്ച ഒരു യുദ്ധം തന്നെയാണ്. സാമ്പത്തിക രംഗത്തൊന്നും വലിയ തകർച്ച കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ നിലനിൽപ്പും അവരുടെ സാമ്പത്തിക മുന്നേറ്റം ഭാവിയിലുണ്ടാകുന്ന കരുതൽ ശേഖരത്തിനൊക്കെ സാരമായിട്ട് അത് മുറിവേറ്റ ഒരു യുദ്ധമായിരുന്നു അത്. അവിടെ അറേബ്യൻ മേഖലയിൽ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായത് പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക എന്ന് പറയുന്ന തങ്ങളുടെ സഖ്യ രാജ്യം തങ്ങളെ സഹായിക്കില്ല എന്നവർക്ക് തിരിച്ചറിഞ്ഞതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അവര് ബാബിലോണിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിലേക്ക് നിങ്ങൾ തുറന്നൊരു യുദ്ധത്തിന് തയ്യാറാവരുത് എന്നുള്ളതും കുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയകാര്യങ്ങളൊക്കെ തങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കാം എന്നുള്ള പുതിയൊരു നിർദ്ദേശം തന്നെ അറബ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗദി അറേബ്യ തന്നെ അമേരിക്കയ്ക്ക് നേരിട്ട് നൽകുകയുണ്ടായി. വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ അറബ് ലീഗ് ഈ കാര്യത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടുകയും ഈ യുദ്ധം വലിയ രീതിയിലുള്ള നാശങ്ങളും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും തങ്ങളുടെ മേഖലയിലേക്ക് ഉണ്ടാക്കും എന്നതിനാൽ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നായിരുന്നു നിർദ്ദേശം. അത് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. യുദ്ധം കഠിനമായി എന്നുള്ളതും എല്ലാ അറബ് മേഖലയുടെ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിനാണ് അമേരിക്ക കോപ്പ് കൂട്ടിയത്. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചകളും പ്രതിരോധ തകർച്ചയും രാജ്യത്തിന്റെ അകത്തേക്ക് അമേരിക്കക്ക് കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായി. അതിനൊക്കെ അപ്പുറമായ രീതിയിൽ യുദ്ധത്തിന് വിരാമമുണ്ടായി. യുദ്ധശമനം കഴിഞ്ഞു. സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർന്നു. അദ്ദേഹത്തെ പിടികൂടി തൂക്കിലേറ്റ വിവരങ്ങളൊക്കെ നമുക്കറിയാം. പിന്നീട് ഉണ്ടായ വിഷയം അമേരിക്കയും അറബ് ലോകവും തമ്മിൽ വല്ലാത്ത രീതിയിൽ അകന്നുപോയി. ലോക ബാങ്കിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യത്തിലെ പൗരന്മാരും വ്യവസായികളും സമ്പന്നരും നിക്ഷേപിച്ച പണം അങ്ങനെ തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അതൊരു ഔദ്യോഗികപരമായിരിക്കും ഒരു തീരുമാനമൊന്നുമല്ല. പക്ഷെ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള സന്ദേഹം ഉണ്ടായ സമയത്താണ് ഇങ്ങനെ ലോക ബാങ്കിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഈ അറബ് മേഖലയിലുള്ള വ്യവസായികൾ തീരുമാനിച്ചത്. വലിയ രീതിയിലുള്ള ആഘാതം അമേരിക്കക്ക് ഉണ്ടായി എന്ന് മാത്രമല്ല, അമേരിക്ക അതിൽ ഇടപെട്ടുകൊണ്ട് ഈ പണം വിഡ്രോ ചെയ്യാൻ നിലവിൽ സാധിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ദശകോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങൾ അറബ് ലോക ബാങ്കിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നുള്ളൊരു ബോധ്യം യഥാർത്ഥത്തിൽ അറബ് ലോകത്തിന് വന്നു. പിൽക്കാലത്ത് അതിന്റെ വിഷയങ്ങളൊക്കെ കുറേശ്ശെ പരിഹരിക്കുകയും പരമാവധി ആൾക്കാരൊക്കെ പിൻവലിക്കുകയും മറ്റ് പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധമായ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത് തങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല യഥാർത്ഥത്തിൽ അമേരിക്ക എന്നൊരു തിരിച്ചറിവ് മാനസികമായിട്ടെങ്കിലും അറബ് ലോകത്തിന് ഉണ്ടാക്കി കൊടുത്ത യുദ്ധമാണ് ഇറാഖ് അമേരിക്കൻ യുദ്ധം എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്നതാണ്. പിന്നീട് അവരുമായിട്ട് കൊമ്പ് കോർക്കാനോ ഏറ്റുമുട്ടാനോ ഉള്ള സൈനിക ശക്തിയോ ബലമോ അറബ് ലോകത്ത് ഇല്ല എന്നതിനാൽ അമേരിക്കയുമായിട്ട് മാനസികമായിട്ടുള്ള ഒരു അകൽച്ച എന്നല്ലാതെ സൈനികമായിട്ടോ സാമ്പത്തികപരമായിട്ടോ വ്യവസായമായിട്ടോ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലും ആ വിഷയത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും യഥാർത്ഥത്തിൽ അറബ് മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സൗദി അറേബ്യയും UAE ഖത്തറും ഒമാനും ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വിഷയം എന്ന് പറയുന്നത് ഇവരെ വലിയ രീതിയിൽ ഒരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ തങ്ങളുടെ മേഖല അത് തകർന്നു പോകും എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇറാഖ് അമേരിക്കൻ യുദ്ധം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
1970, 80, 90 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പെട്രോളിയത്തെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ എണ്ണക്കനിയെ ആശ്രയിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ സാമ്പത്തിക വരുമാനമൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത്. ആദ്യ ഘട്ടത്തിലൊക്കെ കുറഞ്ഞ രീതിയിലാണെങ്കിലും പിന്നീട് അത് വിപുലമായും വ്യാപകമായ രീതിയിലും നിർമ്മിക്കാനും അത് വിതരണം ചെയ്യാനും അവർക്ക് സാധിച്ചു എന്നതിനാൽ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിലൊക്കെ സൗദി അറേബ്യക്ക് സാധിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യത്തിന്റെ പേരും സൗദി അറേബ്യ എന്ന് തന്നെയാണ്. എന്നാൽ ഈ മേഖല ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാവസായിക വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ, അതല്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളോ മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് സാമ്പത്തിക രംഗം തകരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ പെട്രോളിയത്തിന്റെ എണ്ണ വരുമാനത്തെ തന്നെ ആശ്രയിക്കാതെ അതിലേക്ക് മറ്റെന്തെങ്കിലും സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച വർഷമാണ് 2000 കാലഘട്ടം എന്ന് പറയുന്നത്. 1970, 80, 90 കഴിഞ്ഞതിന് ശേഷം 2000 കാലഘട്ടത്തിൽ എത്തിയ സമയത്താണ് അല്പാൽപമായ രീതിയിൽ സൗദി അറേബ്യ മാറി ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ടൂറിസ്റ്റ് മേഖല വികസിപ്പിക്കാൻ വേണ്ടിയും ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇറക്കാൻ വേണ്ടിയിട്ടും സൗദി അറേബ്യ തീരുമാനിക്കുന്നത്. അത് 2000 വർഷം കഴിഞ്ഞു, 2010 കഴിഞ്ഞു, 2015 ആയതോടുകൂടിയാണ് കുറച്ചെങ്കിലും അതിന്റെ ഉദ്ദേശ തരത്തിലേക്ക് ആ മേഖലയെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഗവൺമെന്റിന് തന്നെ സാധിച്ചത്. അതോടൊപ്പം തന്നെ പിന്നെ ഈ അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ട നിയോൺ പ്രൊജക്ട് എന്ന് പറയുന്ന സംവിധാനം ലോകോത്തര നിലവാരമുള്ളതാണ്. ഇത്തരം ഒരു പരിശ്രമം ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്തതാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നതോടുകൂടി ഇത് 100 കിലോമീറ്റർ വൈദൂരത്തിൽ ഉണ്ടാക്കാനുള്ള അവരുടെ ആദ്യത്തെ നിർദ്ദേശത്തൊന്ന് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ചെറിയ ചെറിയ പ്രൊജക്ടുകൾ, അതായത് കിലോമീറ്റർ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ പൂർത്തീകരിച്ചതിന് ശേഷം തൊട്ടടുത്ത ഭാഗങ്ങൾ പൂർത്തീകരിക്കാം എന്നുള്ളിടത്തേക്ക് എത്തിയത് സാമ്പത്തിക ഞെരുക്കവും ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രശ്നത്തിലേക്ക് ഇത് എത്തുമോ എന്നൊരു ഭയപ്പാടും സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി പ്രദേശത്ത് വലിയ രീതിയിൽ സംഘർഷാവസ്ഥ വന്നു. അത് സാമ്പത്തിക മേഖലയെ തന്നെ ബാധിച്ചു. അതോടനുബന്ധിച്ച് തന്നെ വിദേശ കമ്പനികളുടെ നിക്ഷേപം സമാഹരിക്കുക ക്ഷണിക്കുന്ന ഒരു സംവിധാനം സൗദി അറേബ്യ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ എണ്ണയുടെ വരുമാനത്തിനപ്പുറമായ രീതിയിൽ ഈ ടൂറിസം മേഖലയും വിദേശ കമ്പനികളുടെ നിക്ഷേപവും ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പുരോഗമനപരമായിരിക്കുന്ന കാര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു കാലത്ത് എണ്ണ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും രാജ്യം സാമ്പത്തിക രംഗത്ത് തകരാതെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് സൗദി ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നത്. വിദേശ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രൊജക്ടുകൾ സൗദി അറേബ്യ ആരംഭിച്ചതും 2020 ശേഷമാണ് കൂടുതൽ എന്ന് പറയാം. ആദ്യ ഘട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ വലിയ രീതിയിലുള്ള കമ്പനികളിലൊക്കെ വിദേശ നിക്ഷേപം കൃത്യമായ രീതിയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അൽസാഫി കമ്പനിയെ സംബന്ധിച്ച് പല കമ്പനിയൊക്കെ വലിയ നിക്ഷേപത്തിന്റെ ഫ്രാൻസിന്റെ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അൽസാഫി ഡെനോൺ എന്ന് പറയുന്ന പാൽ കമ്പനിയിൽ പകുതിയിലധികം നിക്ഷേപം വരുന്ന ഡെനോൺ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ ജർമ്മനിയുടെ കമ്പനിയാണ്, അവരുടേതാണ്. അപ്പൊ അതും സൗദി അറേബ്യയും ചേർന്നുകൊണ്ട് സൗദി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് അൽസാഫി, അതിന്റെ ഷെയറൊക്കെ സൗദി ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഈ കമ്പനിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഒന്നിച്ചുകൊണ്ട് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പേ കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ അതൊന്നും ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടില്ല. ബാങ്കിംഗ് സംവിധാനം വലിയ രീതിയിൽ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സൗദി അറേബ്യയെ സാധിച്ചിട്ടുണ്ട്. സൗദി അമേരിക്കൻ ബാങ്ക്, സൗദി ബ്രിട്ടൻ ബാങ്ക്, സൗദി ഫ്രാൻസ് ബാങ്ക്, സൗദി ഹോളണ്ട് ബാങ്ക്, ഇതൊക്കെ നമുക്ക് സൗദിയിലൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ബാങ്കിംഗ് സംവിധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു തിരിച്ചറിവാണ്. അതോടനുബന്ധിച്ച് തന്നെ ആഴ്ചകളിലെ അവധിയിൽ വലിയ മാറ്റം വരുത്തി. മുമ്പ് കാലത്ത് വ്യാഴവും വെള്ളിയും ആയിരുന്നു അവധി ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് വെള്ളിയും ശനിയുമാക്കി. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ബാങ്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് അവധി ദിവസം എന്ന് പറയുന്നത് ശനിയും ഞായറുമാണ്. വ്യാഴവും വെള്ളിയും അവധി വരിക എന്ന് പറയുമ്പോൾ
യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ നോക്കുന്ന സമയത്ത് അല്ലെ ലോക ബാങ്ക് സംവിധാനം നോക്കുമ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും വെള്ളിയും ശനിയും ഞായറും എന്ന് പറയുന്ന ആഴ്ചയിൽ 4 ദിവസത്തെ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ദിവസത്തെ ഇങ്ങോട്ട് മാറ്റിയിട്ട് മുന്നോട്ട് നീക്കിയിട്ട് 3 ദിവസമായിട്ട് വെള്ളിയും ശനിയും ഞായറും എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റം ചെയ്തതോടുകൂടി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്ന സംവിധാനം സൗദി അറേബ്യ ആരംഭിച്ചു. ഇവിടെ മാത്രം ഇങ്ങോട്ട് നിക്ഷേപം ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ വിദേശ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരംഭിക്കുന്ന കമ്പനികൾക്കോ അതല്ലെങ്കിൽ വ്യവസായ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനോ സൗദി അറേബ്യയുടെ നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വരുമാനങ്ങളും. ഇതിലൊക്കെ നമ്മൾ ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരേ ആശ്രയം തന്നെയാണ് എണ്ണ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് 1950-60 കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് പെട്രോളിയം വേണ്ട രീതിയിൽ കണ്ടെത്താനോ അതിങ്ങനെ വിപുലീകരിച്ചുകൊണ്ട് അത് കനിയിലൂടെ അങ്ങനെ പെട്രോളിയം വ്യത്യസ്തമാക്കിയിട്ട് വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സൗദിക്ക് സാധിച്ചിട്ടില്ല. 1940, 50, 60 കാലഘട്ടം യഥാർത്ഥത്തിൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദരിദ്രമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നിലനിന്നത്. 70-ന് ശേഷമാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിലൊക്കെ പോകുന്ന പണക്കാരായിരിക്കുന്ന ആളുകളിൽ നിന്ന് ലഭ്യമാകുന്ന പണത്തെ ആശ്രയിച്ചുകൊണ്ട് നല്ലൊരു ശതമാനം സൗദി പൗരന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണക്കാർ മാത്രമാണ് ഹജ്ജിന് പോകുക, അവരുടെ കയ്യിൽ സമ്പത്തുണ്ടാവും. അപ്പൊ ആ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് സൗദി പൗരന്മാർ തന്നെ ജീവിച്ച ഒരു കാലഘട്ടമാണ് 40, 50, 60 കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. 70-നോട് കൂടിയാണ് പെട്രോളിയം കണ്ടെത്തുക മാത്രമല്ല അത് നിർമ്മിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്ന സംവിധാനത്തിന്റെ ആരംഭം കുറിച്ചത്. നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ കേരളക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ആയിട്ട് വെച്ച് സംസാരിക്കുന്ന സമയത്ത് 70 കാലഘട്ടത്തിന് ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് 80 കാലഘട്ടം കഴിഞ്ഞതോടു കൂടിയാണ് ആ മേഖല ഒന്നും കൂടി വിപുലമായ രീതിയിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് എത്തുന്ന രീതിയിലുള്ള സംവിധാനം വന്നത്. അന്നൊക്കെ കറൻസിയുടെ മൂല്യം കണക്കാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കറൻസി സൗദിയുടെ കറൻസി ഏറെക്കുറെ തുല്യമായിരുന്നു എന്ന് മാത്രമല്ല സൗദി കറൻസിയേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ കറൻസിക്ക് മൂല്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പിന്നീടാണ് കറൻസിക്കൊക്കെ മൂല്യങ്ങൾ ഇടിയുന്നു, സൗദിയുടെ മൂല്യം ഉയരുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്ന് ഇന്ന് ഒരു സൗദി റിയാൽ കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 22-23 രൂപ കിട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമായ രീതിയിൽ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് യുദ്ധം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയെ വലിയ രീതിയിൽ മാരകമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക രംഗത്തും സംരക്ഷിതമായിട്ട് ഇരിക്കുന്ന രംഗത്തും ഗവൺമെന്റ് തലത്തിലൊക്കെയാണ് ഈ ബാധിച്ച കാര്യങ്ങളൊക്കെ. ഇതെല്ലാ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു യുദ്ധമുഖത്ത് പ്രസിദ്ധീകരിക്കുകയോ അല്ലെ റിപ്പോർട്ടായിട്ട് വരികയോ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സാമ്പത്തികം ഒന്ന് തകർന്നാൽ ഒന്നുകൂടി മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ആലോചനകൾ സൗദി തന്നെ ആരംഭിച്ചത്. അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്ത് സ്വർണ്ണ മേഖലയിൽ നിക്ഷേപം നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഏതെങ്കിലും മേഖല തകർന്നാൽ മറ്റൊരു മേഖല കൊണ്ട് രാജ്യത്തിന്റെ സമ്പത്തിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സൗദി അറേബ്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 100% വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് സൗദിയുടെ എക്കണോമിക് ഫോറം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം.